എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തായ സ്നേഹിതനായിട്ടുള്ള മിസ്റ്റർ ഗോപു നന്ദലത്തിൻ്റെ വീട്ടിലാണ്. തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തായ അഡ്വിനും കൂടെ ഇന്ന് രാവിലെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു സ്വീകരണമാണ് അദ്ദേഹം നൽകിയത്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. വളരെ കുറച്ച് നാളുകളത്തെ ബന്ധങ്ങളാണ് നമ്മൾ തമ്മിൽ റോമിൽ വെച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദത്തോടു കൂടിയുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധത്തിൽ നമ്മൾ അത് വീണ്ടും തുടർന്നു കൊണ്ടുപോവുകയാണ്. മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഗോപു എങ്ങനെയാണ് ബന്ധങ്ങളെക്കുറിച്ച്? മനുഷ്യന് ആവശ്യമുണ്ടോ ബന്ധങ്ങൾ? തീർച്ചയായിട്ടും. എന്താ പറയുക, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സംഗതിയല്ലേ ബന്ധങ്ങൾ. ബന്ധങ്ങളുണ്ടെങ്കിൽ എല്ലാം കെട്ടുറപ്പുണ്ടാവുള്ളൂ. തീർച്ചയായും ഞാൻ റോമിൽ പോയിരുന്നു. റോമിൽ ചെന്ന് നമ്മുടെ മാർപ്പാപ്പയെ കാണാൻ ചെന്ന അവസരത്തിൽ എൻ്റെ കൂടെ ഡേവിസ് ചെർമലച്ചനും ഉണ്ടായിരുന്നു, എഡ്വിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു സർവ്വമത സമ്മേളനത്തിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ജോസ് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ഞങ്ങളുടെ ഫാദറായിട്ട് വളരെ കാലത്തെ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെട്ടതിന് ശേഷം ജോസ് ഫിലിപ്പ് അദ്ദേഹവുമായി പരിചയപ്പെട്ടതിന് ശേഷം ആ സുഹൃത്ത് ബന്ധം ഇന്ന് വളരെയധികം എന്താ പറയുക ബന്ധമാണ്. ഡെയിലി വിളിക്കും, കാര്യങ്ങളെല്ലാം പറയും. മാത്രമല്ല, എനിക്ക് അവിടെ ചെന്ന സമയത്ത് എൻ്റെ ഒരു സർജറി കഴിഞ്ഞ് ഞാൻ കുറച്ച് നടക്കാനുള്ള കുറച്ച് പ്രയാസമുള്ള സമയത്ത് അദ്ദേഹമാണ് എനിക്ക് എന്താ പറയുക എനിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്കുള്ള പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ തന്ന് എന്നെ ഒരു എന്താ പറയുക ഒരു ബ്രദറിനെ പോലെ കരുതി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നൊരു വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെ സൽക്കരിക്കാനും അദ്ദേഹം മറന്നില്ല. മാത്രമല്ല, ഞങ്ങൾ 5 ദിവസം അവിടെ റോമിലുണ്ടായപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഫുൾ റോം നഗരം കാണാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് നടന്ന് എല്ലാ ഭാഗങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു വ്യക്തി കൂടിയാണ്. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ തൃശ്ശൂരിൽ എൻ്റെ വസതിയിൽ വന്നിരിക്കുകയാണ്. ഞാനും അദ്ദേഹത്തെ നാട്ടിൽ വന്നപ്പോൾ ക്രിസ്മസിന് വന്ന സമയത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയുണ്ടായി. അപ്പോൾ അന്ന് ഒരു ഇൻ്റർവ്യൂ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആ കാര്യത്തിൽ കിടക്കുന്നത്. തീർച്ചയായും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിവിടെ വരാൻ കാരണം വളരെ കുറച്ച് ദിവസങ്ങളോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തൃശ്ശൂർ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രാ സൗകര്യങ്ങൾ എറണാകുളം, കണ്ണൂർ ഇങ്ങനെയൊക്കെയാണ്. തൃശ്ശൂർ കൂടി ഇപ്പോൾ വഴിമാർഗം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ദീപു എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ ആനകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയി. ഇപ്രാവശ്യം നാം ഇന്ത്യയിൽ വന്ന ശേഷം ഈ ആനയെ കാണാതെ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ 2 ദിവസത്തേക്ക് അവധിയെടുത്ത് നേരെ ഇവിടെ വന്നിറങ്ങി നമ്മുടെ ആന വിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ പുറത്തിറങ്ങി ഇനി ആനയുമായിട്ട് ഉള്ള വീഡിയോസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആനകളിലുള്ള വിശ്വാസം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. ആനകളെക്കുറിച്ചുള്ള നമ്മളുടെ ചരിത്രം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പറയാം. തീർച്ചയായും. ഞാൻ അദ്ദേഹത്തോട് അവിടെ റോമിൽ വെച്ച് പറയുകയുണ്ടായി, എനിക്ക് മൃഗങ്ങളോട് വലിയ താല്പര്യമുണ്ട്, ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തീർച്ചയായും എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഗോപുവിൻ്റെ വസതിയിൽ വന്നപ്പോൾ ആനയെ കാണണം, അപ്പോൾ എനിക്ക് ഫാം ഹൗസ് ഉണ്ട് അവിടെ പോയി കാണാമെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഉത്സവമുണ്ട്. ചെറിയൊരു അയ്യപ്പൻ പൂജ വിളക്ക് കാര്യത്തിൽ നമ്മുടെ ആന എന്ന് വരികയാണ്. അപ്പോൾ അത് വീട്ടിൽ വെച്ച് എടുക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആനയായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ 33 വർഷമായി ആനയെ പരിപാലിക്കുന്നത്. ആദ്യമായി ഞാനൊരു ആനയെ വാങ്ങിച്ചത് നമ്മൾ 33 വർഷം മുമ്പ് എൻ്റെ മകൻ ജനിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ആനയെ വാങ്ങിക്കുന്നത്. ആ ആനയെ വാങ്ങിച്ചു, അതിനെ അർജുൻ എന്ന് മകൻ്റെ പേരിട്ടു. മകനെ ആനപ്രമം കുറച്ച് ഭയങ്കരമായിരുന്നു അന്ന് ചെറുപ്പത്തിൽ തന്നെ. കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ നമ്മളുടെ പണ്ട് കാലത്ത് VCRലൊക്കെ നമ്മൾ എന്താ പറയുക ടി വിയിൽ കാണിക്കുമ്പോൾ അന്ന് ഗജകേസരി യോഗം എന്ന പിക്ചർ ഞങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവന് ആനക്കമ്പം ഭയങ്കരമായി തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ ആനയോട് ഭയങ്കര താല്പര്യം, എപ്പോഴും ആനക്കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ കൊച്ചു സംസാരിക്കാൻ തുടങ്ങുമ്പോഴും ആനയുടെ കാര്യങ്ങളിങ്ങനെ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ അങ്ങനെ ഒരു ആനയെ വാങ്ങിച്ചു മോഹം കൊണ്ട്. അന്ന് ആന എന്താണെന്ന് എനിക്കറിയില്ല, ഒരു മൃഗമാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അന്ന് ആനയെ വാങ്ങിച്ച് ഞങ്ങൾ 2-3 വർഷത്തോളം ഞങ്ങൾ വീട്ടിൽ പരിപാലിച്ചു. അതിനുശേഷം എനിക്ക് തോന്നിയത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ ആ ആനയെ കൊണ്ടുപോയി ഞങ്ങൾ 3 വർഷത്തിന് ശേഷം ഞങ്ങളതിനെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ ഗുരുവായൂരപ്പൻ നമ്മൾ കൊടുത്ത പോലെയായി. അപ്പോൾ അതുകൊണ്ട് വൈഫും കുട്ടികളും എല്ലാവരും ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ഞാനും അത് നല്ലൊരു ഇതായിരുന്നു. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഗുരുവായൂരപ്പനോട് അകമഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ എനിക്കൊരു നല്ലൊരു ആന വാങ്ങിച്ചു തരണം.
ഇതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഞാനൊരു വലിയൊരു ആന വാങ്ങിക്കുകയാണ് വീണ്ടും. അത് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പിന്നെ ആനകളുടെ ഒരു ഇതായി, ഒരു നീണ്ട തന്നെ ഒരു 11 ആന വരെ എനിക്ക് എൻ്റെ വീട്ടിൽ വരാനുള്ള അവസരം ഒരുക്കി ഗുരുവായൂരപ്പൻ. അത് വലിയ ഗുരുവായൂരപ്പൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 11 ആന വരെ എൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ ഞാൻ പല സ്ഥലത്തും പല ബീഹാറിൽ പോയി വാങ്ങിക്കലും അവിടുന്ന് വാങ്ങിക്കലും ഒക്കെ ചെയ്ത് 11 ആന വരെ എത്തി. അപ്പോൾ ആനകളുടെ ഒരു ഇത് തന്നെയായി വീട്ടിൽ കംപ്ലീറ്റ്. വീട്ടിൽ ഞാൻ താമസിക്കുന്ന വസതിയുടെ ഉള്ളിൽ ചുറ്റും ആനകളെ നിർത്തി ഭയങ്കര പരിപാലനമായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിനെ വീണ്ടും തോന്നി ഗുരുവായൂരപ്പന് ഒരു ആനയും കൂടി കൊടുക്കാമെന്ന്. അങ്ങനെ 2ാമത്തെ ആന നടുയിരുത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു 3ാമതൊരു ആനയും കൂടി ഗുരുവായൂരപ്പന് കൊടുക്കാമെന്ന് തോന്നി. അങ്ങനെ 3 ആന ഞാൻ ഗുരുവായൂർ നടുയിരുത്തി കഴിഞ്ഞു. പിന്നെ 2 ആന എൻ്റെ ഇങ്ങനെ മരണപ്പെട്ടു പോയി. പിന്നെ ഇപ്പോൾ ആന എനിക്കിപ്പോൾ 3 ആനയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതിൽ ഒരു ആനയും കൂടി ഞാൻ ഗുരുവായൂർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി. അപ്പോൾ ഗുരുവായൂരപ്പൻ എത്രയും കൊടുക്കും തോറും എനിക്കത് സംതൃപ്തിയുള്ളൂ. ആന ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും നല്ലൊരു ഇതാണ്, വഴിപാടായിട്ട് തോന്നുന്നു ആന നടുയിരുത്തുന്ന കാര്യം. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു 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 മക്കളെ പോലെ അതിൻ്റെ ഒരു പരിപാലനം പോലെ. അപ്പോൾ ആനയോടും നമ്മുടെ ആനപ്രേമം വളരെയധികം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അറിയാമല്ലോ, വലിയൊരു ആനപ്രേമം ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിലാണ് ആനപ്രേമമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് തൃശ്ശൂർ പൂരം. പിന്നെ വലിയ വലിയ പൂരങ്ങളിലെല്ലാം നമ്മുടെ ആനകൾ പങ്കെടുക്കാറുണ്ട്. ഒട്ടുമിക്ക പൂരങ്ങൾക്കും നമ്മുടെ ആനകൾ പോകാറുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ആന ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയും, ഇപ്പോൾ വീട്ടിലുള്ളൊരു ആന. അത് കേരളത്തിലൊരു 3ാം സ്ഥാനക്കാരനായി നിൽക്കുന്ന ഒരു ആനയാണ്, ഹൈറ്റിലും ചന്തത്തിലും എല്ലാം കൊണ്ടും. അങ്ങനെ ഒരു ആന എൻ്റെ കയ്യിലുണ്ട്. ആന ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം, അതിൻ്റെ കാര്യങ്ങൾക്ക് കിടക്കാം. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റു 2 ആനകളുണ്ട്, ഗോവിന്ദകണ്ണനും ഗോപികണ്ണനും. ഈ 3 ആനകളിൽ നമുക്ക് അതിന് ശേഷം കാണാവുന്നതാണ്. അപ്പോൾ ചേട്ടാ, ഈ ആനകളെ നമ്മൾ പരിപാലിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പരിശീലനം കിട്ടിയ ആളുകൾ വേണം. അതോടൊപ്പം തന്നെ അവയുടെ പോഷകാഹാരങ്ങൾ നൽകുക, ഇതൊക്കെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആനയുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൗഢിയുടെ, ആഡംബരത്തിൻ്റെ വീടാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ ഇപ്പോൾ ഒരു ആനയെ മേടിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണോ? ആന വാങ്ങിക്കാനല്ല ബുദ്ധിമുട്ട്. ആനേനെ വാങ്ങിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. എലിഫൻറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് നിരോധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ആന അത് കൊണ്ടു കിടക്കാമെന്നല്ലാണ്ട് പുതിയതായിട്ടൊന്നും ആന കിട്ടാനോ വാങ്ങിക്കാനൊന്നും പറ്റുന്ന സംഗതിയല്ല. എന്നിരുന്നാലും നമ്മൾ പൂർവികമായിട്ട് 10-30 വർഷമായിട്ട് നമ്മളിൽ ആനയെ പരിപാലിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് ആനകൾ ഇപ്പോൾ നമ്മളിൽ 3 ആന വരെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ആനയെ പരിപാലിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 6000-7000 ഉറുപ്പിയോളം നമുക്ക് ചിലവാണ് ഒരു ആന. കാരണം വെച്ചാൽ അതിൻ്റെ ഭക്ഷണം തന്നെ നല്ലൊരു ഇത് വരും. അതുപോലെ 4 പാപ്പാന്മാർ വേണം. അപ്പോൾ മെയിൻ പാപ്പാൻ്റെ ചിലവ്, അതേപോലെ 2ാം പാപ്പാൻ, 3ാം പാപ്പാൻ, അതേപോലെ 10-30-35 പട്ട വരെ വേണം ഒരു ആനയ്ക്കൊരു ദിവസം. അതിനകത്ത് പുല്ല്, അതേപോലെ നമുക്കൊരു 5-6 കിലോൻ്റെ അരി ഭക്ഷണം, ചോറ് വെച്ച് കൊടുക്കണം. പിന്നെ മറ്റുള്ള ചിലവുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഭീമമായൊരു ചിലവാണ്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കാറില്ല. എനിക്ക് എൻ്റെ ബിസിനസ്സിന് എല്ലാവർക്കും അറിയാം, ഞാൻ അതിൽ ജിമാർട്ട് നടത്തുന്ന ഒരാളാണ്, ജിമാർട്ടിൻ്റെ ഉടമയാണ്. എനിക്ക് 10,000-3500 സ്റ്റാഫുകളുള്ള ഒരു വലിയൊരു ഫേമാണ് എൻ്റെ. ആ ഫേമിൽ ഒരു 10 പേരുടെ സാലറി അല്ലെങ്കിൽ 5 പേരുടെ സാലറി ഞാൻ മാറ്റി വെച്ചിട്ട് ആനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചിലവ് അതിൻ്റെ കൂടെ എഴുതി കളയുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ആനയെ പരിപാലിക്കുന്നതും കാര്യങ്ങളും, നമ്മളൊരു ജീവിയെ വളർത്താലും, ഒരു പശുവിനെ വളർത്തായാലും, ഒരു ആനയെ വളർത്താലും, ഒരു ഡോഗിനെ വളർത്താലും അതിൻ്റെ ഭംഗിയോടും ചിട്ടയോടും അതിൻ്റെ എല്ലാം നമ്മൾ നോക്കി പരിപാലിക്കുന്ന ഓരോ വ്യക്തിയുടെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആന മാത്രമല്ല എനിക്കുള്ളത്, നല്ലൊരു ഫാമുണ്ട്, പശു ഫാമുണ്ട്. ഒരു 175 പശുക്കളോളം എനിക്കുണ്ട്. അതുപോലെ തന്നെ നല്ല നായ്ക്കളുണ്ട്, നല്ല കിളികളുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ മൃഗങ്ങളോടും എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളർത്താനുള്ള കാര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടായിട്ടുള്ള മിസ്റ്റർ ഗോപു നന്ദലത്തിന് ഞാൻ പ്രത്യേകം അനുമോദിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഞാൻ ആനയെ കാണാൻ വേണ്ടി ഇവിടെ വന്നെങ്കിലും അത് കഴിഞ്ഞ് അതിനുശേഷം ചേച്ചി ഒരു വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സദ്യ ഒരുക്കി, അതും കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആനയെ കാണാൻ പോകാം. അപ്പോൾ നേരത്തെ നമ്മൾ ആനകളെ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആനയുടെ പേരാണ് ഗോപാലകൃഷ്ണൻ. നന്ദിലത്ത് ഗോപാലകൃഷ്ണന്റെ, അതായത് ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ് അല്ലേ? അപ്പോൾ ആനകൾ പലപ്പോഴും നമുക്ക് പേടി ഉണ്ടാകാറുണ്ട്. പക്ഷെ ആനകൾ ഒരു കുടുംബത്തിലെ അംഗം പോലെ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ നോക്കുന്ന നമ്മുടെ പേരെന്താണ്? ശശി. ഇവിടെയുണ്ട് ശശി. ഇവൻ എങ്ങനെയാണ് സാധാരണ ആനകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും? ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഗോപു, ഈ ആനയുടെ ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ?
അതായത് എത്ര വയസ്സായി, അവരെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന്? ഇതിപ്പോ 32 വർഷമായി പ്രായം. 32 വർഷം. 32 വയസ്സ് പ്രായമുള്ള ഒരു ആനക്കുട്ടിയാണ്. 32 വയസ്സ്. ഓക്കെ. പ്രായത്തിൽ വളരെ കമ്മിയുള്ള ഒരു ആനക്കുട്ടിയാണ്. വളരെ ചന്തമുള്ള ഒരു ആനക്കുട്ടിയാണ്. മാത്രമല്ല ആനക്കുട്ടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ശാന്ത സ്വഭാവമാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്. മറ്റുള്ള ആനകളെ പോലെ വളരെ ശാന്തനാണ്. നല്ല വായുകുംഭം, നീണ്ട തുമ്പി, അതേപോലെ തന്നെ എടുത്ത കൊമ്പ്, നല്ല വാൽച്ചെവി, പിന്നെ ശരീരം പറയുകയാണെങ്കിൽ എല്ലാം ഉയരം കൊണ്ട് ഹൈറ്റില് ക്യാമൻ. കേരളത്തിലൊരു 3ാം സ്ഥാനക്കാരനാണ് ഹൈറ്റില്. അപ്പൊ അത്രയും ഭംഗിയും ഒരു ആനച്ചന്തമുള്ള ഒരു ആനക്കുട്ടിയാണിത്. ഇത് കുട്ടിയാനെന്ന് പറയുന്നത് വേറെ ഒന്നല്ല, പ്രായത്തിൽ കമ്മി ആയതുകൊണ്ടും പിന്നെ അത് മാത്രമല്ല പ്രായത്തിൽ വളരെ കമ്മിയായിട്ടുള്ള ഒരു ആനക്കുട്ടിയാണ്. മാത്രമല്ല ഈ ആനക്കുട്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ശാന്തനാണ്. അതെന്ന് വെച്ചാൽ മറ്റുള്ള ആനകളെ പോലെയല്ല. ഇന്നിപ്പോ മറ്റുള്ള ആനകളെ കാണുന്നത് ഇപ്പൊ എനിക്ക് 3 ആനകൾ ഓൾറെഡി ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഭംഗി ആനച്ചന്തമുള്ള ഒരു ആന ആണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇവനെ സാധാരണ ഈ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാറുണ്ട്? തീർച്ചയായിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെയാണ്? എല്ലാ എഴുന്നള്ളിലും കേരളത്തിലെ മിക്ക ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. തൃശ്ശൂർ പൂരം, അതേപോലെ തന്നെ ഉത്രാളി പൂരം, നെമ്മാറ വെലങ്കി, കേരളത്തിലെ എല്ലാ ഫേമസ് പൂരങ്ങളിലും ഈ ആനക്കുട്ടി പങ്കെടുക്കാറുണ്ട്. മാത്രമല്ല ഈ ആനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ പേര് വന്നിട്ട് ഇപ്പൊ 20 വർഷത്തിന് മേലെയായി ആനക്കുട്ടി. 20 വർഷമായി. 20 വർഷമായി. അപ്പൊ അത്രയും വർഷം നമ്മളിപ്പോ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആനയുടെ മറ്റുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് വെറ്റനറി ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ പാപ്പന്മാരെല്ലാവരും വളരെ ഭംഗിയായി അതിനെ പരിപാലിക്കുന്നു. അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും ആനയുടെ അടുത്ത് ചെല്ലാൻ പറ്റില്ല, പക്ഷെ അവരാണ് കംപ്ലീറ്റ് പരിപാലിച്ചു കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ആന നമ്മളുടെ കേരള സംസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിലെ ആനകളെ പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റു സ്റ്റേറ്റിൽ ആനയുണ്ടെങ്കിലും അത് ഫോറസ്റ്റിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്മാരെ 350 ആനകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലാണ് ആനകൾ ഏറ്റവും കൂടുതലുള്ളതും ഭംഗിയുള്ള ആനകളും അതുപോലെ കേരള ആനകളാണ്. മറ്റുള്ള ആനകൾ എന്ന് പറഞ്ഞാൽ ആനച്ചന്തം ഉണ്ടെങ്കിലും ഇത്ര കാണാനുള്ള ഭംഗി ഉണ്ടാവില്ല. അതാണ് ഒരു പ്രത്യേകത. ഇനി നമ്മളുടെ ഈ ആനയെ പരിശോധിക്കുന്ന നമ്മളുടെ ചേട്ടനോട് ചോദിക്കാം. അപ്പോൾ ഈ ആനയെ കൊണ്ടു നടക്കുമ്പോൾ എന്തെങ്കിലും പേടികളോ ഉണ്ടാകാറുണ്ട്? അങ്ങനെ പേടിയൊന്നും നമ്മള് ഈ സിനിമയിലോ അല്ലെങ്കിൽ ടിവിയിലൊക്കെ കാണാൻ ആന ഇടയുക എന്ന് പറയുന്നത് അത് നമ്മളെ തൊഴിലിന്റെ ഒരു ഭാഗമല്ല. അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. അങ്ങനെയൊന്നും ഇടയില്ല. ഈ ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനെ പ്രത്യേകത പറഞ്ഞാൽ ചെറിയൊരു പ്രായമുള്ള നല്ലൊരു ആനക്കുട്ടി, വളർന്നു വരുന്ന നല്ലൊരു അടിപൊളി ആനക്കുട്ടിയല്ലേ. ഇതിനു മുമ്പുള്ള ആന ഏതാണ്? വേറെ ഏതൊക്കെ ആനകളാണ്? തിരുവമ്പാടി ചന്ദ്രശേഖരൻ, മംഗലാകുന്ന അയ്യപ്പൻ, ചെറുപ്പളശ്ശേരി പാർത്തൻ, അങ്ങനെയൊക്കെ നല്ല നല്ല ആനകളൊന്നായിരുന്നു. അപ്പോൾ ഈ ആനകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിന്റെ ഒരു സാധാരണ എത്ര കാലഘട്ടം ഇവര് ജീവിക്കും? മനുഷ്യായുസാണ് ഒരു ആനയ്ക്ക് ആക്ച്വലി പറയാൻ. അതായത് 70-100 വയസ്സ് വരെ, 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ആനകളുണ്ട്. പണ്ട് കാലത്തൊക്കെ കൂടുതൽ ആയുസുള്ള ആനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 70-75 വയസ്സ് മനുഷ്യായുസിന്റെ പോലെ തന്നെ ആനകളുടെ പ്രായം എന്ന് പറയാം. ഇപ്പൊ ഇത് 32-33 വയസ്സുള്ള ഒരു ആനയാണ്. അപ്പോൾ ഇനി അവനൊരു ചെറുപ്പമാണ്. അതായത് നമ്മളുടെ ഒരാള് കല്യാണം, നമ്മുടെ മനുഷ്യായുസ് പറയുകയാണെങ്കിൽ ഒരാൾ കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങി എന്നുള്ള ആ അവസ്ഥയിലേക്ക്. അതേപോലെ തന്നെ അത്രയും പ്രായം അങ്ങോട്ട് നല്ലൊരു ആനക്കുട്ടി, വളരെ ശാന്ത സ്വഭാവം. മാത്രമല്ല അഴകിന്റെ ക്യാമൻ. ഇതിന്റെ പ്രത്യേകത ഞാൻ പറയുന്നില്ല, എടുത്ത കൊമ്പ്, ഇങ്ങനെയൊക്കെ എടുത്ത കൊമ്പാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നീണ്ട തുമ്പി, മസ്തകം, വലിയ മസ്തകം, നല്ല വാൽച്ചെവി, നല്ല പുള്ളി, മതഗിരി എന്ന് പറയുന്നത് മതഗിരി. അപ്പൊ അതൊക്കെ എന്റെ പ്രത്യേകതയാണ്. പിന്നെ ഉയരം കൊണ്ട് ക്യാമൻ, എല്ലാം കൊണ്ടൊരു പ്രത്യേകതയുള്ള ഒരു ആനയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇവര് നമ്മൾ ഗവൺമെന്റിന്റെ രീതിയിൽ, അതായത് നിയമപരമായിട്ട് എങ്ങനെയാ രജിസ്റ്റേർഡ് ആയി ചെയ്യണോ? എല്ലാ എന്താ പറയാ, കേരള ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളർത്തുന്ന ഒരു ആനയാണ് നമ്മൾ. എല്ലാ ആനകൾക്കും അതിൻ്റെതായ ഓണർഷിപ്പ് കാര്യങ്ങൾ, മൈക്രോചിപ്പ്, അതേപോലെ തന്നെ ബുക്ക്, ഇൻഷുറൻസ്, എല്ലാ കാര്യങ്ങളും ആനയ്ക്കുണ്ട്. എല്ലാ ആനകൾക്കും വേണം നമ്മുടെ കേരളത്തിൽ. എന്നാൽ മാത്രമേ ആന പരിപാലിക്കാൻ പാടുള്ളൂ. അപ്പൊ അതെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളർത്തുന്ന ആനയാണ്. അപ്പോൾ സാധാരണമായി പണ്ടൊക്കെ നമ്മൾ തടി വലിക്കാനൊക്കെ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്നതായിരിക്കും ആനേനെ കൊണ്ടുവന്ന് തടി വലിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം അതൊരു എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ്, ആനിമൽ റൈറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ജോലികൾക്ക് ഇപ്പോൾ അനുവദിക്കാറില്ലെന്ന് തോന്നുന്നു അല്ലേ? അതല്ല കാരണം. പണ്ട് കാലത്ത് ട്രെയിൻ സർവീസോ മറ്റുള്ള സർവീസ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ആനയാണ് മറ്റുള്ള തടി വലിക്കാനും മറ്റുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ കൂപ്പുകളിലായാലും മരമൂലി വളരെ കുറഞ്ഞു. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ട്രെയിൻ സൗകര്യം ഉണ്ട്. ആനയിൽ നിന്ന് അത് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഒന്ന്. രണ്ടാമത്തെ ഇപ്പൊ ആനകൾക്ക് ഉത്സവമുണ്ട്. ഉത്സവങ്ങൾ പണ്ട് കാലത്ത് ഉത്സവങ്ങൾ കുറവാണ്. ഇപ്പോൾ ഈ കാലങ്ങളിൽ ഉത്സവകാലങ്ങളാണ് സീസൺ. 3 മാസം ആനകൾക്ക് ഉത്സവകാലമാണ്.
9 മാസം റെസ്റ്റ് ആണ് ഒരു ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ 9 മാസം റെസ്റ്റ്, 3 മാസമാണ് ഈ ഉത്സവകാലത്ത് ആകപ്പാടെ ഉത്സവങ്ങൾ എടുക്കുക. അപ്പോൾ ആനയ്ക്ക് സുഖമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയാൻ. പണ്ടത്തെ പോലെ തടി പിടിക്കാനോ മറ്റേ ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറയുകയാണെങ്കിൽ നന്ദിലത്ത് ഗ്രൂപ്പിന്റെ ഒരു ആനയും തടി പിടിക്കാൻ പോകാറില്ല. അതുവരെ നമ്മൾ വിട്ടിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മൾ പരിപാലിക്കുന്ന എന്താ, നമ്മുടെ ഒരു എന്താ പറയുക, വീട്ടിലിപ്പോൾ നായ്ക്കുട്ടിയെ വളർത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ പശുവിനെ വളർത്തുന്നു, അല്ലെങ്കിൽ ഓരോ മൃഗത്തിനെ വളർത്തുമ്പോൾ അത് ഇഷ്ടം കൊണ്ടല്ലേ വളർത്തുന്നത്. അതിൽ നിന്ന് വേറെ ആദായം മോഹിച്ചിട്ടല്ല. പക്ഷേ ഇതിനെ വളർത്തുന്ന നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇഷ്ടം കൊണ്ട് ആന നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നമ്മൾ വളർത്തുന്നു, നമ്മളെ മക്കളെ പോലെ നോക്കുന്ന പോലെ പരിപാലിക്കുന്നു. ഈ ആനയ്ക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര നാള് വേണ്ടി വരും ഇവനെ ഈ രീതിയിലേക്ക് പരിശീലിപ്പിക്കുവാന്? ആണല്ലേ. ഇനി ഇവൻ എന്തെങ്കിലും അഭ്യാസങ്ങൾ പഠിക്കാനുണ്ടോ? ഇവനൊന്നും പഠിക്കില്ല, എല്ലാം ഇവനെല്ലാം പഠിച്ചിരിക്കുന്നത്. അതെന്താ കാരണം വെച്ചാല് പണ്ട് ബീഹാറിൽ നിന്നൊക്കെ ആനകൾ വരുമ്പോ ഭാഷ പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതാണ് മാത്രമേ ഉള്ളൂ. പിന്നെ ചട്ടം പഠിപ്പിക്കുക എന്നുള്ള പോലെ ചെറുപ്പത്തിൽ തന്നെ ആന കുട്ടികളെ പഠിപ്പിച്ച് പരിപാലിച്ച് കൊണ്ടുവരും. പിന്നെ നമ്മുടെ രീതിയിൽ കൊണ്ടുവരണം. ഓരോ പാപ്പന്മാര് വരുമ്പോ അവരുടെ ഭാഷ ലാംഗ്വേജിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കണ്ണൂർ ഭാഷയാവില്ല തൃശ്ശൂർ ഭാഷ, തൃശ്ശൂർ ഭാഷയാവില്ല ട്രിവാൻഡ്രം ഭാഷ, ആ സ്ലാങ്ങിലെ വ്യത്യാസം അത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊക്കെ ആനകൾ നമ്മൾ പറയുന്നത് ഇവന് മനസ്സിലാവുന്നു. ഇല്ല, മലയാളം എല്ലാം പച്ച പോലെ പറയും. ഇപ്പൊ നമ്മൾ കയറി നിൽക്കും, ഇറങ്ങി നിൽക്കാൻ, അല്ല എന്ത് ഭാഷ പാപ്പനോട് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ള ഇപ്പൊ ഞാൻ വരികയാണ്, എടാ ഇരിക്കടാ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കത്തില്ല. അപ്പൊ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ആനേനെ ഗോപാലകൃഷ്ണനെ ഇരുത്താൻ ശ്രമിക്കരുത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവര് പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കത്തുള്ളൂ. രണ്ട് കാര്യം ഞാൻ എടുത്ത് പറയാം. ആനയ്ക്ക് പാപ്പാൻ എന്തിനാണ്? ആനയെ അപ്പൊ വണ്ടിക്ക് ഡ്രൈവർ പോലെ തന്നെ ആനയ്ക്ക് ഒരു ഇതാണ്, ആനയെ നിയന്ത്രിക്കുന്നത് കംപ്ലീറ്റ് പാപ്പാനാണ്. പാപ്പാൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞ സ്നേഹച്ചട്ടം കൊണ്ട് അങ്ങോട്ട് ചിലപ്പോൾ മാറി നിന്നേക്കാം. ഉടമസ്ഥൻ പറഞ്ഞ ഒരു പൊതുജനങ്ങൾ പറഞ്ഞ് അംഗീകരിക്കില്ല ആന. അതാണ് ആനകളുടേത്. പാപ്പാനാണ് അനുസരിക്കുക. ഒറ്റച്ചേട്ടുള്ള ആനകളുണ്ട്, പിന്നെ 2 ചേട്ടുള്ള ആനകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓരോ ആനകൾ പരിപാലിച്ചു പോകുന്നത്. ഇനി വേറെ എന്താണ് ആനകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആന എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു ജീവിയാണ്. അതാണ് ഏറ്റവും മഹാശ്ചര്യം എന്ന് പറയാം. കടലും ആനയും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അതാണ് ആ പ്രത്യേകത. ഏതൊരു ആന റോഡിൽ കൂടെ പോകുമ്പോ ആരുടെ ആനയാന്ന് ചോദിക്കും. ഒരു ബെൻസ് കാർ പോകുമ്പോൾ ചോദിക്കൂ, അത് ചോദിക്കാറില്ല. അതാണ് പ്രത്യേകത. തൃശ്ശൂർക്കാരുടെ പ്രത്യേകത വെച്ചാൽ ആന അവരുടെ ബ്ലഡിലുള്ള പോലെയാണ്. കാരണം വെച്ചാൽ ഉത്സവങ്ങളും പെരുന്നാളുകളും പലതുമായിട്ടും ക്ഷേത്രാചാരങ്ങൾക്കും നമ്മൾക്ക് ഉപയോഗിക്കുന്നതാണ് ആന. അപ്പൊ ആന നമ്മുടെ പുരാതന കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വരുന്ന ക്ഷേത്ര കലകളിലും ഇതിലും ഉപയോഗിച്ചു വരുന്ന ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ആനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ജീവിയെ കുറിച്ച് പറയും, ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തോളം കാലം ആനയുണ്ടായിരിക്കും. ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് ഭക്ഷിക്കാന്? അവരിങ്ങനെ തന്നെ പഴം, ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, പഴവർഗ്ഗങ്ങൾ അവന് ഇഷ്ടമാണ് എല്ലാം. അതെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പനമ്പാട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പനമ്പട്ട. ഇപ്പോൾ ഈ ഇവന് വിശപ്പുള്ളാവുമ്പോൾ അവന് എന്തെങ്കിലും എന്താണ് സൈനുകൾ കാണിക്കും? അതായത് വിളിക്കും. വെള്ളത്തിന് വിളിക്കും, പട്ടയ്ക്ക് വിളിക്കും, എല്ലാത്തിനും അവനാവശ്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് മേടിക്കും. അത് അന്നേരം മനസ്സിലാവും. അത് നമുക്കറിയാലോ. ഓക്കെ. അപ്പൊ രാത്രിയിൽ ഇവന് ഉറങ്ങുമോ? അന്നേരം ഉറങ്ങും, കിടന്ന്. ഓക്കെ. ചിലർ പറഞ്ഞ ആന ഒരിക്കലും കിടക്കത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ ഈ വാട്സപ്പിൽ കൂടെ അയച്ചു വിടുന്ന മെസ്സേജുകളാണ്. അത് എല്ലാം ശരിയായിന്ന് വരില്ല. ആന നിന്ന് ഉറങ്ങും, ആന കിടന്നുറങ്ങും. ആനയ്ക്ക് പല ഇതുണ്ട്. മിക്ക ആനകളും 9 മണി 10 മണി ആകുമ്പോൾ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കിടന്നുറങ്ങും. ചില ആനകൾ നിന്ന് ഉറങ്ങും. ചിലപ്പോൾ ഉത്സവങ്ങളുടെ സമയങ്ങളാണ്, ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല, ആന നിന്ന് ഉറങ്ങും. ആനയ്ക്ക് അങ്ങനെ ഒരു ദൈവം ഇത് കൊടുത്തു, നിന്ന് ഉറങ്ങാനുള്ള ഇത് കൊടുത്തു. മനുഷ്യന് നിന്ന് ഉറങ്ങാൻ പറ്റില്ല, പക്ഷെ ആനയ്ക്ക് അതല്ല, നിന്ന് ഉറങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു മഹാ കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ ഗോപുന് നന്ദി പറയുകയാണ്. കാരണം ഇതുപോലൊരു അവസരം ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ആനയോട് ഇതുപോലെ അടുക്കാനും തൊടാനും ഒന്നും എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഒന്നാമത് പേടിയായിരുന്നു. ഒന്നാമത് അതിന്റെ നമ്മളെ ഒരു ജീവിനും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനറിയാം നമ്മൾ അതിനെ സ്നേഹിക്കാനാണ്, അതിന് ഭക്ഷണം കൊടുക്കാനാണ് വരുന്നത്. അതൊന്നും ചെയ്യില്ല. നേരെ മറിച്ച് നമ്മൾ അതിനെ അടിക്കാനും പിടിക്കാനോ അല്ലെങ്കിൽ അത് വേറെ ഭാഷകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനറിയാം. അതിനോട് എതിരായിട്ട് വരുമ്പോൾ അത് നമ്മളെ ഉപദ്രവിക്കും. ഇപ്പോൾ നായ്ക്കുട്ടികളായാലും ശരി, നായ്ക്കളായാലും അതിനോട് സ്നേഹിച്ച് നോക്കുക, അത് നല്ലോണം നമ്മളെ ഇത് ചെയ്യും. ഒരു പശു ആയാലും ഏത് ജീവിയായാലും അതേപോലെ ആനയായാലും നമ്മളതിനെ സ്നേഹിക്കും തോറും അത് നമ്മളെ കൂടുതൽ സ്നേഹിക്കും. അതാണ് ആനയുടെ. എന്നെ ഓണർന്ന് അറിഞ്ഞിട്ടല്ല, എന്നെ സ്നേഹച്ചട്ടാണ്. ഞാനിതിനെ കാണുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അപ്പൊ അറിയാം ഉടമസ്ഥൻ പോലെ ഒരാൾ വന്ന് അതിനെ പരിപാലിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ആ സ്നേഹച്ചട്ടം എന്ന് പറയും. പാപ്പാനുള്ള ചേട്ടൻ എന്ന് പറഞ്ഞാൽ ശിക്ഷണാണ്. ശിക്ഷണ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ചീത്ത പറയും, അല്ല വഴക്ക് പറയും, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അടിക്കേണ്ടി വരും. അപ്പൊ അത് ഓരോ കാര്യം അതിന് മനസ്സിലാവും. അത് എന്റെ രക്ഷകനാണെന്ന് മനസ്സിലാവും പാപ്പാന്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം.
അപ്പോൾ ഇവൻ നിങ്ങൾ ഒന്നാം പാപ്പൻ രണ്ടാം പാപ്പൻ എന്ന് പറയുമ്പോൾ അതെന്താണ് അതിന്റെ ഒരു ജനാർക്കിയ, അതായത് ഇവിടുത്തെ ഒന്നാം പാപ്പൻ എന്ന് പറഞ്ഞാൽ ചട്ടം അറിയുന്ന ആളെയാണ് ഒന്നാം പാപ്പൻ എന്ന് ഒന്നാം പറയുന്നത്. പാപ്പൻ ആനയുടെ എല്ലാ കാര്യങ്ങളും ചട്ടം അറിഞ്ഞ് പെരുമാറുന്ന ആൾ അദ്ദേഹത്തിനാണ് ചുമതല. ഇദ്ദേഹത്തിനാണ് ഫുള്ള് ആനയുടെ ചുമതല. ശശി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ശശി ഒന്നുകൂടി പറഞ്ഞോളൂ. അപ്പൊ ശശിനെ നമ്മള് വളരെ ഇതുണ്ടോ ഒരു സഹോദരനെ പോലെയാണ് നമ്മുടെ ഈ ഗോപാലകൃഷ്ണനെ നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഗോപാലകൃഷ്ണന്റെ എല്ലാ സ്വഭാവ വ്യത്യാസങ്ങളും അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള ലക്ഷണങ്ങളൊക്കെ എല്ലാം അറിയാം സംഗതി ഏത് സമയത്ത്. തീർച്ചയായും ഒരു പാപ്പാനെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവനൊരു വയറുവേദന വന്നാൽ ശരി, അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ആവശ്യം, പാപ്പാനെ അത് അറിഞ്ഞു വിളിക്കും. പാപ്പാനെ അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങളിൽ തന്നെ ഈ പല പാപ്പാന്മാരോട് ഇദ്ദേഹത്തിന്റെ പ്രതികരണം വ്യത്യസ്തമാണോ? പിന്നെ ഒരു ആനയ്ക്ക് ഒരു പാപ്പാനെ ചെല്ലാൻ പാടില്ല. കേട്ടെ, ഒരു പാപ്പാനെ വെച്ചാൽ മെയിൻ പാപ്പാൻ. വേറെ ആനയുടെ പാപ്പ ഇതിന്റെ അടുത്ത് ചെന്നാൽ അനുസരിക്കില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. എല്ലാ പാപ്പാനും എല്ലാ ആനയുടെ അടുത്ത് പോകാൻ പാടില്ല. ഒന്നാം പാപ്പൻ വേണം. ഒന്നാം പാപ്പൻ ചട്ടക്കാരനായുള്ള ആള് മാത്രമേ ആനയുടെ അടുത്ത് പോകാൻ പാടുള്ളൂ. അതാത് ആനയുടെ അടുത്ത് ഏത് ആനയാണ് അവൻ പരിപാലിക്കുന്ന ആ ദൈവത്തെ. ശശിക്ക് മാത്രമേ ഇതിന് പെരുമാറാൻ പറ്റുള്ളൂ. വേറെ പുറമൊന്നൊരു പാപ്പാൻ വന്നിട്ട് എന്നോട് പഞ്ചനം പറഞ്ഞാൽ അതിനെ കൂട്ടാക്കില്ല. അതാണ് അതിന്റെ ഇത്. ശശി മാറി വേറെ ആള് വരുമ്പോൾ മാത്രമേ അതിന് ചട്ടം പഠിപ്പിച്ചിരുത്തുള്ളൂ. അങ്ങനെയാണ് എന്റെ കാണുന്നത്. ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അടുത്ത പടത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് എന്റെ കണക്ക്. അപ്പൊ അത് വിളിക്കുന്നത് അത് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ആന ഭാഷയിൽ സംസാരിക്കും. ആനയ്ക്ക് ആനയുടെ ഒരു ഭാഷയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ ആനയുടെ വിവരണത്തെ കുറിച്ച് കേട്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം മഹാശ്ചര്യമായിട്ടുള്ള ഒരു ആത്മാവ് തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ. അപ്പം ഗോപാലകൃഷ്ണ, ഞങ്ങൾ ഇപ്രാവശ്യം വന്നു, ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും വരും. അപ്പം നിനക്ക് പഴങ്ങളോ എന്താ വേണ്ടത് നമുക്ക് കൊടുക്കാം അല്ലേ? ഇതെന്താ എപ്പോഴും വരും ആന കാണാനായിട്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനെ നോക്കുകയും ഗോപാലകൃഷ്ണന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നതാണ് ശശി. ശശിയുടെ കൂടെ എത്ര വർഷമായി? ഞാൻ ഇവിടെ പോന്നിട്ട് ഒരു വർഷം ആവുന്നത്. ഒരു വർഷമാണ്. ഒരു വലിയ അഭിമാനമാണ് ഒരു ആന പാപ്പാനാകുക എന്ന് പറയുന്നത് അല്ലേ? ഇത്ര നമ്മളെ കഴിഞ്ഞും വലിയ ഒരു ജീവിയുടെ അവരുടെ കാര്യങ്ങൾ നോക്കുകയും അവൻ നമ്മൾ പറയുന്ന അനുസരിച്ച് കേൾക്കുകയും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും. പുറത്തു പോകുമ്പോൾ പ്രധാനമായും ഇവന് സാധാരണ ഇവന്റെ ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതല്ലാണ്ട് ഇവൻ മനുഷ്യരോട് എങ്ങനെയാണ് ഇവന്റെ മനുഷ്യരോട് വലിയ കുഴപ്പമില്ല. ഒരു ഭീകര സ്വഭാവമുള്ള ജീവി അല്ല. പുള്ളിക്ക് എല്ലാവരോടും നല്ല രീതിയിൽ ഇപ്പം ഉണ്ട്. ആര് വന്നു എന്ത് കൊടുത്താലും മേടിക്കും, കഴിക്കും. അങ്ങനെ ഒരു വെപ്രാള സ്വഭാവങ്ങളൊന്നുമില്ല. ശാന്ത സ്വഭാവം. ഇവന് ദേഷ്യം വരുന്ന അവസരങ്ങളുണ്ടോ? ദേഷ്യമല്ല, പുള്ളിക്ക് ചെറിയൊരു ഭയം, പേടിയാണ് കൂടുതൽ. കാരണം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ. വേറെ വലിയ കാര്യമില്ല. അപ്പൊ നമ്മളെയൊക്കെ ഇവൻ കാണുന്നുണ്ടല്ലേ? പിന്നെ എല്ലാരും കാണുന്നുണ്ട്. ചാക്കിലെ സാധനങ്ങൾ കണ്ടിട്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. കഴിയുമ്പോ ചാക്കിൽ അവൻ അറിയാം. ഓക്കെ. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് ഈ ഒരു ആനപ്പാപ്പാനായി തീരാന്നുള്ളത്? ഫാമിലി പരമായിട്ട് കിട്ടുന്നതല്ല? അങ്ങനെയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോ തൊഴിൽ പോയി പെടുമ്പോ അങ്ങനെ പോകുന്നല്ലോ. ആണല്ലേ? ചെറുപ്പത്തില് നമ്മളൊരു 10-20 വയസ്സൊക്കെ ആയപ്പോ ഒന്ന് പൊട്ടാണ്. ആദ്യമായിട്ട് ഇത് എത്ര നാൾ വേണ്ടിയുള്ളൂ ഇതിനെ മെരുക്കാൻ? ആദ്യം നമ്മള് വേറൊരാളെ കൂടെ നിന്നിട്ട് എടുക്കുന്നല്ലോ. ആണ് മൂന്നാമനെ ഒരാളെ കൂടെ അങ്ങനെ 2-4 വർഷം 5 വർഷം 6 വർഷമൊക്കെ പോകുമ്പോ രണ്ടാമനാവും. പിന്നെ അങ്ങനെ 2-3 വർഷം പോകുമ്പോ ഒന്നാമനാവും. പിന്നെ നമുക്ക് അങ്ങനെ സെറ്റായി ഒരു ആന കിട്ടുമ്പോ നമ്മൾ അതിനനുസരിച്ച്. ഇതിപ്പോ എത്ര നാളായിന്ന് പറഞ്ഞേ? ഇത് 1 വർഷം. ഇതിന്റെ മുന്നേ ഞാൻ തിരുവമ്പാടി ചന്ദ്രശേഖരനായിരുന്നു 1 വർഷം. തിരുവമ്പാടി ചന്ദ്രശേഖരൻ അത് വളരെ ഫേമസ് ആണ് അല്ലേ? നമ്മുടെ ഏറ്റവും ലോകോണം മംഗലാംകുന്ന് അയ്യപ്പനായിരുന്നു. 18 വർഷമായിട്ട് ആനയിലായിരുന്നു. 18 വർഷമായിട്ട്. 18 വർഷം. അതിപ്പോൾ ആന ചെരിച്ചു. ഓ, ആന ചെരിച്ചു. ഓക്കെ. അതെന്തെങ്കിലും കാരണങ്ങള് രോഗങ്ങള് രോഗം പിടിപെട്ടിട്ടാണ് ചെരിച്ചു. അപ്പോൾ ഒരു ആനപ്പാപ്പന്മാര് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ ഈ കേരളത്തില് ഡിമാൻഡുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ആൾക്കാരെ സാറന്മാര് നല്ല ആൾക്കാർ വന്ന് വിളിക്കും. കാശ് കിട്ടും നല്ലതാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അതേപോലെ നമ്മുടെ ഡ്രൈവേഴ്സിന്റെ മറ്റേ നല്ല ഡ്രൈവർക്ക് നല്ല അതിൻ്റെതായ വെയിറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇവന്റെ ഈ ഭക്ഷണക്രമം ഏതാണ്? അവന് എന്ത് കൊടുത്താലും തിന്നും അല്ലേ? എന്ത് കൊടുത്താലും കഴിയും. പക്ഷെ നമ്മൾ കൂടുതൽ പനമ്പട്ട, പുല്ല്, ചോളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. വെജിറ്റേറിയൻ ആണ്? അതെ, വെജിറ്റേറിയൻ ആണ്. ഓക്കെ. അപ്പോൾ ശശി, എല്ലാവിധ മംഗളങ്ങളും ഞങ്ങളോടുകൂടി ഇത്രയും കാര്യങ്ങൾ
പങ്കുവെച്ചതിൽ പ്രത്യേകം നന്ദി. അപ്പൊ ഗോപാലകൃഷ്ണനെ പ്രത്യേകം നോക്കിയേക്കണം. ഞാൻ നോക്കണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഗോപാലകൃഷ്ണൻ ഒരു സഹോദരനെ പോലെയാണ് അല്ലേ? അപ്പം വീണ്ടും കാണും വരെ നന്ദിലത്ത് ഗോപാലനെ നോക്കുന്ന പാപ്പാനാണ് ശശീന്ദ്രൻ. അപ്പൊ നിന്റെ ചട്ടങ്ങളും നിന്റെ ആഘോഷങ്ങളും കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇറ്റലിയിൽ നിന്ന് കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഇറ്റലിയിൽ നിന്നുള്ള ഒരു അനുമോദനങ്ങളും ആശംസകളും പ്രത്യേകം നന്ദി ഗോപുനോട്, അതോടൊപ്പം തന്നെ ശശിയോടും ബാക്കിയുള്ള എല്ലാ സുഹൃത്തുക്കളോടും. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തളിപ്പറമ്പിന്റെ കണ്ണു തള്ളിക്കുന്ന ഓഫറുകളുമായി നന്ദില ജിമാർട്ടിന്റെ ഓഫർ തളിക. തളിപ്പറമ്പിന്റെ മണ്ണിൽ TV, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഇലക്ട്രോണിക്സ് അപ്ലയൻസുകളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളും സ്മോൾ കിച്ചൺ അപ്ലയൻസസുകളും സ്വന്തമാക്കാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ. കൂടാതെ EMI എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും. നന്ദില ജിമാർട്ട്, തളിപ്പറമ്പ്, കണ്ണൂർ. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Indian exclusive discoveries of the world.